നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എപ്പോഴെല്ലാം ശുശ്രൂഷിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം കർത്താവ് ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടി ആളുകളെ നിർബന്ധിക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. അനുഗ്രഹീതമായ വചന ശുശ്രൂഷകൾ ഞായറാഴ്ച മുതലേ കേൾക്കുവാനുള്ള ഭാഗ്യം നമുക്ക് മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ദൈവജനങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വേദപുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ വാക്കുണ്ട്. ബൈബിൾ ഈസ് നോട്ട് ഫോർ അവർ ഇൻഫർമേഷൻ ബട്ട് ഇറ്റ്സ് ഫോർ അവർ ട്രാൻസ്ഫോർമേഷൻ. അത് കേവലമായ ഒരറിവിൻ്റെ പശ്ചാത്തലം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ആഴമായി കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടി ഒരുക്കുവാനുള്ള വലിയ സമർപ്പണത്തോടുകൂടെ ചില മിനിറ്റുകൾ കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി ദൈവത്തിൻ്റെ മഹത്വം. എനിക്ക് നിയോഗിക്കപ്പെട്ട വിഷയം ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തോട് കണക്റ്റഡാണ്. 2 വചനഭാഗങ്ങൾ സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വായിച്ച് ഈ വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുകയാണ്. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അത്ഭുതങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഇതിന് സമാന്തരമായി മത്തായിയുടെ സുവിശേഷം ഏറ്റവും ഒടുവിലത്തെ അധ്യായം 28-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങൾ ഞാനിവിടെ വായിക്കുമ്പോൾ അതിനകത്ത് നിന്ന് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ചുറ്റും നിന്നുകൊണ്ടാണ് അല്പസമയം ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സകലവും എന്ന് 4 പ്രാവശ്യം ആ വചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ്. അതേക്കുറിച്ച് ദൈവഭക്തന്മാർ പറയുന്നത് ദ ലാസ്റ്റ് കമാൻഡ്മെൻറ്റ് ഓഫ് ജീസസ് ആൻഡ് ദ ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഓർ ദ ചർച്ച് ഓഫ് ദ ലിവിങ് ഗോഡ്. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കൽപ്പനയും ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തിൻ്റെ ഭാഗമാണ് അവിടെ യേശു കർത്താവ് പറയുന്നത്. അതിൻ്റെ 16 മുതൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വചനങ്ങൾ ദയവായി ദൈവവചനം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ആ വചനഭാഗം ഒന്ന് വായിച്ച് അതിൽ സകലവും എന്ന ഭാഗം ഹൃദയത്തിൽ ഒന്ന് സാംശീകരിക്കാൻ ഓർപ്പിക്കുന്നു. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. 18-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്ന ഇംഗ്ലീഷിലെ ഓൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ വാക്കിനോട് ബന്ധപ്പെട്ട് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഓൾ അതോറിറ്റി, സകല അധികാരവും has been given to me. 19-ാമത്തെ വാക്യത്തിൽ all nations, go and make disciples of all nations. 3-ാമത്തേത് 20-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ് all I have commanded, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും. 4-ാമത്തേത് 20-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ് ഓൾവേസ്.
ഈ 4 ഓൾ വാക്കുകളോട് ചേർന്ന് ഇന്ന് രാത്രിയിൽ എന്നെ ഏൽപ്പിച്ച ആ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് എക്സ്പോസ് ചെയ്ത് പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആദ്യത്തേത് 18-ാം വാക്യത്തിൽ ഓൾ അതോറിറ്റി ഓർ ഓൾ പവർ. രണ്ടാമത്തേത് ഓൾ നേഷൻസ്. മൂന്നാമത്തേത് ആമേൻ ഓൾ ഐ ഹാവ് ടോട്ട്. നാലാമത്തേത് ഓൾ വൈസ്. ഈ 4 വാക്കുകൾ നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിൽ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് ഒരു പക്ഷേ 500 പേർ കാണുന്ന ഒരു സമൂഹത്തോട് കർത്താവ് വിളിച്ചു പറഞ്ഞതാണ്. അതിലാദ്യത്തെ വാക്ക് ദൈവസഭയ്ക്ക് കരുത്തു പകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ വിശ്വാസിക്കും ബലം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ശുശ്രൂഷിക്കുന്ന ഞങ്ങൾക്ക് കർത്താവ് ബലം തരുമെന്ന് വിശ്വസിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ വാക്ക് യേശു പറഞ്ഞത് അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ്. ഓൾ അതോറിറ്റി ഹാസ് ബീൻ ഗിവൻ ടു മീ ഇൻ എർത്ത്, ഇൻ ഹെവൻ ആൻഡ് ഓൺ എർത്ത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരുന്നു. അന്ന് ഭരിച്ചിരുന്ന തിബരിയോസ് കൈസർ റോമിൽ നിന്ന് യേശു പറഞ്ഞ ഗലീലയിലെ ഏതോ മലയുടെ ചരിവിൽ നിന്ന് യേശു പറഞ്ഞ ഈ വാക്ക് കേൾക്കുമ്പോൾ കൈമലർത്തി അമ്പരപ്പോടുകൂടെ ചിരിക്കുമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു മലയുടെ ചരിവിൽ, ഗലീലയിലെ ഒരു മലയുടെ ചരിവിൽ, ഏതു മലയെന്നറിയുന്നില്ല, നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചതനുസരിച്ച് മുമ്പേ ഗലീലയ്ക്ക് പോകുമെന്ന് യേശു പറഞ്ഞതനുസരിച്ച് പറഞ്ഞുറപ്പിച്ചതായ ഒരു മലയിൽ 11 ശിഷ്യന്മാരും കൂടെ 500 പേരും സ്വർഗാരോഹണത്തിന് സാക്ഷികളായി കാണുമായിരിക്കാം. അവരോടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഭൂലോകമെങ്ങും പോകണം. നടക്കുവാനോ യാത്ര ചെയ്യാനോ ഒന്നും നൽകാതെ, അവർക്ക് വേണ്ട സാമ്പത്തിക സംവിധാനം നൽകാതെ, അന്നത്തെ ഇരുമ്പ് മറയായിരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ അകത്ത് കടന്നു കയറാൻ, അന്നത്തെ ഇൻ്റലക്ച്വൽ ആളുകളായിരുന്ന ഫിലോസഫേഴ്സ് ആയിരുന്ന ഗ്രീക്കുകാരായ ആളുകളുടെ ഉള്ളിൽ കടന്നു കയറാൻ, മതത്തിൻ്റെ അല്പം ഉയർന്ന തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന യഹൂദന്മാരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് യേശു തൻ്റെ സഭയോട് ഇന്ന് രാത്രിയിലും കടന്നു വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും കർത്താവ് തരുന്ന ഒരു നിയോഗമാണ്, നിങ്ങൾ പുറപ്പെടണം, നിങ്ങൾ ശുശ്രൂഷിക്കണം, നിങ്ങൾ സ്നാനപ്പെടുത്തണം, നിങ്ങൾ ശിഷ്യന്മാരാക്കണം, നിങ്ങൾ പഠിപ്പിക്കണം. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒടുവിലത്തെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ പിന്നിൽ കർത്താവ് എന്താ കൊടുത്തത്? ഞാൻ വായിച്ച 28-ന്റെ 16-17 വാക്യങ്ങളിൽ യേശു അവിടെ ചെന്നപ്പോൾ കുറേ പേര് സംശയിച്ചു, കുറേ പേര് ഭയപ്പെട്ടു, കുറേ പേര് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ദുർബലരായ, കാര്യമായ വിദ്യാഭ്യാസമില്ലാത്ത, സാമ്പത്തിക പിൻബലമില്ലാത്ത, നിരോധിക്കപ്പെട്ട ഒരു മതത്തിൻ്റെ ഭാഗമായ ഒരു കൂട്ടം ആളുകളോട് യേശു പറയുകയാണ്, പോകാൻ തയ്യാറാകൂ. പോകാൻ തയ്യാറായാൽ അതിൻ്റെ പിന്നിൽ ലോകത്തിലാരും തരാത്ത ഒരധികാരപത്രം അതിൻ്റെ പിന്നിലുണ്ട്. യേശു വിളിച്ചു പറഞ്ഞ വാക്ക് കേട്ടോണം, ഇതാണ് സഭയുടെ കൈമുതൽ, ഇതാണ് സഭയുടെ ബലമെന്ന് പറയുന്നത്. ഏത് ഇരുമ്പ് മുറയെയും കടന്ന് അകത്ത് കടക്കാൻ, ഏത് ഇൻ്റലക്ച്വൽ ശക്തിയുടെയും മുകളിൽ അകത്ത് കടക്കാൻ, ഏത് ബലമുള്ള ഇടത്തേക്കും അകത്ത് കടന്നു ചെല്ലുവാൻ ഏറ്റവും വലിയ ശക്തി പണമല്ല, സംഘടനാ വൈഭവമല്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞ ഒരു വാക്ക് ഇന്ന് രാത്രിയിൽ അതുപോലെ വിശ്വസിക്കണം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. അത് തെളിയിക്കപ്പെട്ടു.
ഈ 28-ാം അധ്യായത്തിൻ്റെ മുമ്പുള്ള 2-3 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ബിട്രയലാണ്, ഒരു ചതിവാണ്. ഏറ്റവും സ്നേഹിച്ചവൻ മുഖത്ത് ചുംബിച്ച് എതിരാളിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ചതിവാണ് കാണുന്നത്. ലോകത്തിലെ നിയമങ്ങളുടെ ഉറവിടമായ റോമൻ സാമ്രാജ്യം നിയമത്തെ മാറ്റിമറിക്കുന്നതാണ്. ഏറ്റവും കരുത്തുറ്റതായ, ഏറ്റവും ശക്തമായ ഒരു നിയമമുള്ള യഹൂദ മതം എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്നതാണ്. ഏറ്റവും ഹീനമായ ഒരു മരണത്തിൽ കുരിശിൽ കടന്ന് ഉറക്കം നിലവിളിച്ചവനാണ്. 2 ദിവസം കഴിയുമ്പോൾ, ആമേൻ, അത് കഴിയുമ്പോൾ കല്ലറയ്ക്കുള്ളിൽ കല്ലുരുട്ടി വെച്ച് അതിൻ്റെ ഉള്ളിൽ ഒതുക്കപ്പെട്ടവനാണ്. ലോകത്തിൻ്റെ മുമ്പിൽ സകലതും എതിരായി നിൽക്കുന്ന ഇടത്ത് നിന്നോണ്ട്, ആമേൻ, ഇത് പറയുന്നതിന് 10 ദിവസം മുമ്പേ കല്ലിനെ ഉരുട്ടി മാറ്റി ലോകത്തിൻ്റെ ശക്തികളുടെ മുദ്രയെ പൊളിച്ചു കളഞ്ഞ് പുറത്തു വന്ന ഒരുവനാണ് പ്രഖ്യാപിക്കുന്നത്, ഓൾ അതോറിറ്റി ഈസ് ഗിവൻ ടു മീ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഇന്ന് രാത്രി അത് കൊടുത്തത്, ആമേൻ, ലോകത്തിലെ ഒരു ഭരണാധികാരിക്കുമല്ല. ഇന്ന് രാത്രിയിൽ യേശു കർത്താവാണെന്ന് അവരങ്ങോട്ട് ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ കൽപ്പന സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന സകല ദൈവമക്കളുടെയും പിന്നിൽ ലോകത്തിലെ ഒരു സൂപ്പർ പവർ ഇല്ലെങ്കിലും ഇന്ന് രാത്രി നമുക്ക് ഭയപ്പെടേണ്ടതില്ല. നമുക്ക് പുറകിൽ നിൽക്കുന്നത് ഒരൊറ്റ വ്യക്തി മാത്രമാണ്. അത് മരണത്തെ ജയിച്ച, പാതാള ഗോപുരങ്ങളെ ജയിച്ച, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കള് ആ സന്തോഷത്തോടെ ആമേൻ ഒരു മഹത്വം കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ജയാളിയായവനാണ് എൻ്റെ കർത്താവ്. മരണത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങാത്ത, റോമൻ ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാത്ത, ആമേൻ, ഒരു പവറിന് മുമ്പിൽ കീഴടങ്ങാത്ത ഒരാളാണ് എൻ്റെ കർത്താവെന്ന് ഇന്ന് രാത്രി അകത്തുറപ്പുള്ള ദൈവമക്കള് ആമേൻ ഹൃദയം കൊണ്ടൊന്ന് വീണ് കിരീടങ്ങൾ താഴെയിട്ട് നമ്മുടെ ആധരം തുറന്ന് ആ കർത്താവിന് ഇന്ന് ഈ പന്തലിൽ ആ മഹത്വം എത്ര കൊടുക്കാമോ അത്രയും ഉച്ചത്തിൽ ഒരു മഹത്വം കൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആമേൻ. ഇതൊരു സാധാരണ ക്ലെയിമല്ല, ഇത് സാധാരണ വാക്കല്ല. യേശു പറഞ്ഞു, അധികാരം തന്നിട്ടുണ്ട്, നിങ്ങൾ പോകാൻ റെഡിയായിക്കോ, ഇരുമ്പും മറയെ ഞാൻ മാറ്റിത്തരാം. ഇൻ്റലക്ച്വൽ ബുദ്ധിയുടെ ശക്തികളെ ഞാനത് കൈകാര്യം ചെയ്തോളാം. അതിൻ്റെ ഏറ്റവും വലിയ ചരിത്ര തെളിവാണ് സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ നാം കാണുന്ന അപ്പോസ്തല പ്രവൃത്തികളിൽ 28-ാം അധ്യായം എത്തുമ്പോൾ ലോകത്തിൻ്റെ നെറുകയായ അന്നത്തെ തലസ്ഥാനമായ റോമൻ നഗരത്തിലെ കൈസറുടെ വീടിനകത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാകത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇത് പറഞ്ഞത് പാഴ്വാക്കല്ല. ഇന്ന് രാത്രി സഭ അതങ്ങ് കൈക്കൊള്ളുക. ഇന്ന് രാത്രി അത് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു പഴുതില്ലാത്ത വിശ്വാസമുണ്ട്. എൻ്റെ കർത്താവ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളയാളാണെന്ന് ഇന്ന് രാത്രിയും നിർണയമുള്ള ദൈവമക്കള് ഒരിക്കലൂടെ ആ വിശുദ്ധകരം ഉയർത്തിപ്പിടിച്ച് ഉറപ്പോടെ പറ, അവനേക്കാൾ ഉന്നതൻ ആരുമില്ലെന്ന് ഒന്ന് ആദരം തുറന്ന് പറയണം. അവനേക്കാൾ ബലവാൻ ആരുമില്ല. ഏത് ശക്തിയുടെയും മുകളിൽ എൻ്റെ കർത്താവുണ്ട്. കർത്താവിനെ പരീക്ഷിക്കാൻ പിശാചി എന്ന് മൂന്നാമതൊരു പരീക്ഷ പറഞ്ഞു, ഒരു രഹസ്യ ഡീലുണ്ടാക്കാം. വേറെ ആരും കാണത്തില്ല, ശിഷ്യന്മാരില്ല, വെറുതെ കുരിശിക്കയറണ്ട, വെറുതെ ബുദ്ധിമുട്ടണ്ട. ഒരു രഹസ്യ ഡീല് നമ്മൾ തമ്മിൽ മാത്രം ഉണ്ടാക്കാം. എന്നെ വീണ് ഒന്ന് നമസ്കരിച്ചാൽ ഈ കാണുന്ന ലോകം മുഴുവനും നിനക്ക് തരാം.
ഇത് പിശാച് കർത്താവിനോട് ആർത്തിയോടെ പറഞ്ഞതാണ്. കാരണം ഇത് പിശാച് ആഗ്രഹിക്കുന്നതാണ്. യേശു കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം. അതിന് മുമ്പിൽ കർത്താവ് കീഴടങ്ങിയില്ല. പിശാചിനെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, ആർക്കെങ്കിലും ആരാധന കൊടുക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നമസ്കാരം കൊടുക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, അത് വചനം പറയുന്ന ആൾക്ക് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. ആമേൻ. ഇത് പറയുമ്പോൾ പിശാച് കേവലം നേഷൻസ് മാത്രമല്ല ഉദ്ദേശിച്ചെന്നാണ് ദൈവശാസ്ത്രത്തിലെ വിദ്യാർത്ഥികൾ പറയുന്നത്, തിയോളജിക്കൽ വിദ്യാർത്ഥികൾ പറയുന്നത്. കേവലമായ രാജ്യങ്ങൾ മാത്രമല്ല. പിശാചിന് രാജ്യങ്ങളുടെ മേലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ചെറുതാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ താല്പര്യമെന്ന് പറയുന്നത് നമ്മളാണ്, മനുഷ്യനാണ്, മനുഷ്യൻ്റെ ആത്മാവാണ്. മനുഷ്യൻ്റെ ആത്മാവിനെ ആമേൻ കീഴടങ്ങാൻ യേശു അനുവദിച്ചിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ കരമടിച്ച് ആരാധിക്കാൻ, അതരം തുറന്ന് ആരാധിക്കാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല. യേശു കർത്താവ് കേവലം നേഷൻസ് മാത്രമല്ല, ആത്മാക്കളെന്നുള്ളത് യേശുവിനറിയാം. മനുഷ്യ ഹൃദയങ്ങളെ, മനുഷ്യ ആത്മാവിനെ സ്വാധീനിക്കാൻ ആമേൻ വേണേ ദേഹിയെ കൊല്ലാം, ആമേൻ വേണമെങ്കിൽ ദേഹത്തെ കൊല്ലാം, പക്ഷെ ദേഹിയെ തൊടാൻ ഒരൊറ്റ മനുഷ്യനും അനുവാദമില്ലാതെ വണ്ണം ആമേൻ സ്വർഗം നമുക്കൊരു വലിയ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അവിടെ കേവലമായിട്ട് സാത്താൻ പറഞ്ഞത് രാജ്യങ്ങൾ തരാമെന്ന് മാത്രമല്ല, ആമേൻ, മനുഷ്യനെ നിനക്ക് തരാം, മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനമാക്കാം. ഇനിയൊന്ന് താണു വീട് നമസ്കരിച്ചാൽ സ്വർഗത്തിൻ്റെ പോലും അധികാരം പിശാചിന് കിട്ടുമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ കുരിശിങ്കൽ പിശാചിന് തെറ്റിപ്പോയോന്നറിയത്തില്ല. പരീക്ഷയിൽ തോൽപ്പിച്ചാൽ കൊന്നു തോൽപ്പിക്കാമെന്നായിരുന്നു പിശാച് ധരിച്ചത്. അതുകൊണ്ടാണ് പിശാചിൻ്റെ ഒരു തന്ത്രത്തെക്കുറിച്ച് യോഹന്നാൻ 10 യേശു പറഞ്ഞത്, ഇവൻ വരുന്നത്, ശത്രു വരുന്നത് മോഷ്ടിക്കാനാ. ഇനി മോഷ്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ അറുക്കും, അറുക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ മുടിക്കും. പക്ഷെ അടുത്തത് കർത്താവ് പറഞ്ഞു, നോക്കിക്കോ സാത്താനെ, നിനക്ക് തൊടാൻ കഴിയത്തില്ല, ഞാൻ വന്നിട്ടുണ്ട്. യേശു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തെക്കുറിച്ച് വൈൻ ഡിക്ഷണറി പോലുള്ള പഴയ ഗ്രീക്ക് പണ്ഡിതന്മാർ പറയുന്നത്, യേശു ഉപയോഗിച്ച ഇയോമി ആയി എന്നുള്ള വാക്ക്, അതിൻ്റെ സാധാരണ നാടനർത്ഥം പറയാം, ഞാനിവിടെ വന്നിട്ടുണ്ട്. ചോണയുണ്ടെങ്കിൽ വത്സൻ എബ്രഹാമിനെ തൊട്, ചോണയുണ്ടെങ്കിൽ ആമേൻ ജെയിംസ് ജോർജിനെ തൊട്, ചോണയുണ്ടെങ്കിൽ ആമേൻ ഫിലിപ്പ് കുര്യാക്കോസിനെ തൊട്. കഴിയത്തില്ല, ഞാനിവിടെ വന്നിട്ടുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ശക്തനായി എതിരാളി മുടിച്ചു കളയുമെന്ന് പറഞ്ഞാലും കഴിഞ്ഞ 1 വർഷം തൊടാൻ കഴിയാതെ ഈ ഭൂമുഖത്ത് നിന്നെ കാണിക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞപ്പോഴും ഇറങ്ങി വന്ന് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരധികാരത്തോടു കൂടെ നമുക്ക് വേണ്ടി ഇടപെട്ട ഒരു കർത്താവിൻ്റെ മഹാസാന്നിധ്യത്തെ നമുക്ക് ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യണം. ആമേൻ. യേശു എന്നിട്ട് പറഞ്ഞ വാക്ക് കേട്ടോ, ഓൾ അതോറിറ്റി ഹാസ് ബീൻ ഗിവൻ ടു മീ ഇൻ ഹെവൻ. സ്വർഗത്തിൻ്റെ മേൽ സകല അധികാരവും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശുവിനാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിറ്റ് റലത്തെ പറ്റി കർത്താവിൻ്റെ ദാസൻ രാജുവാനിക്കാട് ഇവിടെ ഓർപ്പിച്ചത് ദൈവമക്കൾ ശ്രദ്ധിക്കും. ആമേൻ. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ നമുക്കറിയാം, അരാം രാജ്യത്തിൻ്റെ മുഴുവൻ ശക്തികളും ഒന്നിച്ചു വന്ന് ഏലീശ എന്ന പ്രവാചകന് ആമേൻ ഒരു സൈന്യം മുഴുവൻ വന്ന് നിൽക്കുന്ന സമയത്ത് പുറത്തെ കണ്ണു തുറന്ന ഗേഹസി അമ്പരപ്പോടെ നിലവിളിക്കുമ്പോൾ ഏലീശ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, ഇവൻ്റെ അകത്തെ കണ്ണ് തുറക്കണം, ഇവൻ്റെ സ്പിരിച്വൽ ഐ ഒന്ന് തുറക്കണം. അകത്തെ മനുഷ്യൻ്റെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞ്, ശ്രദ്ധിച്ചോ, ഞങ്ങളോട് കൂടെയുള്ളവർ അവരോട് കൂടെ ഉള്ളതിനേക്കാൾ അധികമാണ്. ഇന്ന് രാത്രിയിൽ ആമേൻ ഈ ശുശ്രൂഷയുടെ നടുവിൽ തന്നെ നമ്മുടെ ആ സ്പിരിറ്റ് റലം ഒന്ന് തുറന്നു കഴിയുമ്പോൾ, ആത്മമണ്ഡലം ഒന്ന് തുറന്നു കഴിയുമ്പോൾ, ഇവിടെ കാണുന്നത് പന്തലോ അടുത്തിരിക്കുന്ന ആളോ അല്ല, എന്നോട് കൂടെയുള്ളവർ, എൻ്റെ സഭയോട് കൂടെയുള്ളവർ, എൻ്റെ കുടുംബത്തോട് കൂടെയുള്ളവൻ, ആമേൻ, അവരെക്കാൾ വലുതാകുന്ന കാണുന്നതായ ഒരു വലിയ കാഴ്ചപ്പാട്, ഒരു സ്പിരിച്വൽ വിഷൻ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആഴം മനസ്സിലാകത്തുള്ളൂ. യേശു കർത്താവ് സ്വർഗത്തിൽ ചെന്നാൽ മീഖായേൽ കവിണ്ട് വീഴും. യേശു കർത്താവ് സ്വർഗത്തിൽ ചെന്നാൽ കോടാകോടി ദൂതന്മാർ കവിണ്ട് വീഴും. കാരണം അവർ വീണ് നമസ്കരിക്കും. യേശു കർത്താവ് പാതാളത്തിൽ ഇറങ്ങി ചെന്നാൽ, പിശാചിന്റെ അടുക്കൽ ചെന്നാൽ ഒരു പിശാചും അവിടെ നിൽക്കുകയില്ല. അവൻ
ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങും. കാരണം ആത്മമണ്ഡലത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരൊറ്റയാൾ മാത്രമേ ഉള്ളൂ. ആമേൻ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, അത് ഉറപ്പുള്ള ദൈവമക്കൾ ഓർത്തോണം. നമ്മളെക്കുറിച്ചുള്ള അവസാനത്തെ വാക്ക് പറയേണ്ടത് മന്ത്രവാദിയല്ല. നമ്മളെക്കുറിച്ചുള്ള അവസാന വാക്ക് പറയേണ്ടത് നിന്നെ മുടിച്ചു കളയുമെന്ന് പറയുന്ന ശത്രുവല്ല. ഇന്ന് രാത്രി വിശ്വസിച്ചോ, ദ ഫൈനൽ വേർഡ്, ദ ഫൈനൽ വിക്ടറി ഇന്ന് രാത്രി അതെൻ്റെ കർത്താവിനാണെന്ന് ആമേൻ വെറുതെ കൈയടിക്കുകയല്ല, ഒരു വെളിപ്പാടിൻ്റെ തലത്തിൽ ബോധ്യത്തോടുകൂടെ കൈയടിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രിയിൽ ആ അധികാരത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം. ഈ അധികാരത്തിന് മുമ്പിൽ ഏത് രോഗത്തിനാ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? ഈ അധികാരത്തിന് മുമ്പിൽ ഏത് മന്ത്രവാദത്തിനാ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? വെറുതെ ഭയപ്പെടാതെ ഇന്ന് രാത്രി ആ കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങളുടെ മേൽ ആ അധികാരത്തിൻ്റെ പവർ, അധികാരത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അമേൻ, അമേൻ. ഇന്ന് രാത്രിയിൽ സമയം ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതുള്ളത് കൊണ്ട് യേശു പറഞ്ഞു, സ്വർഗത്തിലും ഓൾ അതോറിറ്റീസ് ഗിവൻ ടു മീ ഇൻ ഹെവൻ. സ്വർഗത്തിൽ മൊത്തം അധികാരം തന്നിട്ടുണ്ട്. ഒരു പിശാചിനെയും പേടിച്ചെന്ന് രാത്രി ഇവിടെ എഴുന്നേറ്റ് പോകരുത്. യേശു തോപ്പിക്കാത്ത ഒരു പിശാചും കുമ്പനാട്ടില്ല. യേശു തോപ്പിക്കാത്ത ഒരൊറ്റ പിശാചും കേരളത്തിലില്ല. യേശു തോപ്പിക്കാത്ത ഒരൊറ്റ പിശാചും ലോകത്തിൽ ഒരിടത്തുമില്ല. ഇന്ന് രാത്രി ആമേൻ, കർത്താവിൻ്റെ സ്ഥാനാധിപതിയാണ് നീ എന്ന് നിനപ്പുറത്ത് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ പിന്നിലുള്ള ആ കിങ്ഡം പവർ, നിന്റെ പിന്നിലുള്ള ശക്തിയുടെ വ്യാപാരമെന്ന് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശുവാണ്. സ്വർഗത്തിൽ മാത്രമല്ല, ഭൂമിയിലും സകല കോണിലും യേശുവിൻ്റെ ശക്തി വ്യാപരിക്കാത്ത ശരീരത്തിലെ ഒരു കോശം പോലും ഇല്ല. ഇന്ന് രാത്രി അധികാരത്തിന് വേണ്ടി ഒന്ന് കയ്യിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ശരീരങ്ങളുടെ മേൽ മൃതമായി കിടക്കുന്ന ഓരോ കോശങ്ങളുടെ മേലും ദൈവശക്തി വ്യാപരിക്കും. ഈ ശക്തിയുടെ പിൻബലത്തിൽ യേശു പറഞ്ഞത് 2.5 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞവസാനിപ്പിക്കാം. ഈ ശക്തി തന്നിരിക്കുന്നത് വെറുതെ എവിടെ ഇരിക്കാനല്ല. ഈ ശക്തി നൽകിയിരിക്കുന്നത് ആമേൻ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയാണ്. അടുത്ത സമയത്ത് ഞാൻ വായിച്ചിട്ടുള്ള ആമേൻ മനോഹരമായൊരു ശക്തിയുടെ ചിന്തയുണ്ട്. 1 ക്യൂബ് ഷുഗറിനകത്ത്, അതായത് നമുക്ക് കിട്ടുന്ന 1 ക്യൂബ് ഷുഗറിനെ അറ്റോമിക് എനർജി ആക്കി മാറ്റിയാൽ ആമേൻ 3 കോടി ജനങ്ങളിൽ കുറയാതെ വസിക്കുന്ന മഹാനഗരമായ മുംബൈയെ തകർക്കാൻ കഴിയുന്ന പവർ, അറ്റോമിക് പവർ ആമേൻ ഒരു ഷുഗർ ക്യൂബിനകത്ത്. വൈകുന്നേരം ചായ കുടിച്ചപ്പോൾ അവിടെ ഇട്ട ഒരു ഷുഗർ ക്യൂബിനെ അറ്റോമിക് എനർജി ആക്കി മാറ്റിയാൽ, ഏറ്റവും ഒടുവിലത്തെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ കണ്ണികളാണ്, അതിനെ എനർജിയാക്കി മാറ്റിയാൽ ഒരു മഹാനഗരത്തെ, ലണ്ടൻ നഗരത്തെ, മുംബൈ നഗരത്തെ നശിപ്പിക്കാൻ കഴിയുന്ന പവർ ഈ ഷുഗർ ക്യൂബിനകത്തുണ്ട്. പക്ഷെ നമ്മൾ ചായ കുടിച്ചിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എനർജിയെ റിലീസ് ചെയ്യാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് രാത്രി സഭയ്ക്കകത്ത് തന്നിരിക്കുന്ന എനർജി ആമേൻ എന്തിനാണെന്നറിയാമോ? ഇരുട്ടിൻ്റെ അധികാരങ്ങൾ കൊടികുത്തി വാഴുന്ന ഡബിൾ എഞ്ചിനും ട്രിപ്പിൾ എഞ്ചിനും ആമേൻ ശക്തമാകുന്ന ഇടത്തേക്ക് ഇന്ന് രാത്രിയിൽ പോകാൻ, അവിടേക്ക് ചെല്ലാൻ, കടന്നു കയറാൻ ഞാനുണ്ടേ എന്ന് പറയാൻ എത്ര പേരുണ്ടോ അവരുടെ മേൽ ഈ ശുശ്രൂഷയുടെ ഒടുവിലത്തെ നിമിഷം അസാധാരണമായൊരു ദൈവശക്തി, ഒരു ഡൊമൈൻ എക്സൂസിയ, ദ ഡെലിഗേറ്റഡ് പവർ, ഡുനാമിസ് എന്ന് ഞാൻ പറയുന്നത് എക്സൂസിയ, ഡെലിഗേറ്റഡ് പവർ നമ്മുടെ മേൽ മാറും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ച ഒരു മിസിയോളജിയുടെ, ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും അനുഗ്രഹീതരായ മിസിയോളജിസ്റ്റുകൾ ചേർന്ന് ഒരു സർവേ പുറത്തിറക്കിയിട്ടുണ്ട്. പരസ്യമായി തന്നെ പറയുക, ദൈവമക്കൾ ശ്രദ്ധിച്ചോണം. ആമേൻ. ആ മിസിയോളജിസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇന്ന് ലോകത്തിൽ ജനിക്കുന്ന മക്കളെക്കാൾ, പുതുതായി ജനിക്കുന്നവരുടെ എണ്ണത്തേക്കാൾ രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം കൂടുതലാണെന്ന്.
ഇത് ഞാനല്ല പറയുന്നത്, വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് മിസ്സിയോളജിസ്റ്റ് അവർ പറയുന്ന ബാക്കി കേട്ടോണം. ഒരു ദിവസം 20,000 പേരാണ് ചൈനയിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. 35,000 പേരാണ് ലാറ്റിൻ അമേരിക്കയിൽ യേശുവിനെ സ്വീകരിക്കുന്നത്. ആമേൻ. 28,000 പേരാണ് ആഫ്രിക്കയിൽ യേശുവിനെ സ്വീകരിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ചവൻ ഞാനാണെന്ന് പറയുമ്പോൾ റോമൻ കൈസർക്ക് ചിരി വന്നേക്കാം. പക്ഷേ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ഇന്ന് രാത്രി ഇതിനേക്കാൾ വലിയൊരു പവറില്ല. ഇന്ത്യയിൽ അത് ആവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവര് കർത്താവേ, ശുശ്രൂഷയുടെ ബാക്കി ഭാഗങ്ങളിലേക്കൊന്നും കടക്കാതെ കർത്താവേ ഈ ശക്തിയുടെ ഒരു പ്രദർശനമാക്കി ഇത് രാത്രി കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. തൻ്റെ ബലം വ്യാപരിപ്പിക്കേണ്ടതിന് തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർ ഒരുവനാക്കി എന്നെ തെരഞ്ഞെടുക്കണമെന്ന്, എന്നെ ഒന്ന് അയക്കണമെന്ന്, എന്നെ ഒന്ന് സ്നാനപ്പെടുത്താൻ ശക്തിപ്പെടുത്തണമെന്ന്, സൗഖ്യമാക്കാൻ കൃപ നൽകണമെന്ന് യേശുവിൻ്റെ മാൻഡേറ്റിൽ വിശ്വസിച്ച് ഒന്ന് സമർപ്പിക്കുന്നവർ മാത്രം 2 കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. അക്കരമൊന്ന് ഉയർന്നിരിക്കണം. ഇന്ന് രാത്രിയിൽ ഈ പന്തലിലിരിക്കുന്ന ഹല്ലേലൂയ ആമേൻ ഇത്രയും ദൈവജനങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ അധികാരത്തെ റിലീസ് ചെയ്യാൻ എൻ്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നെന്ന് പറയുന്ന ദൈവമക്കള് ഹല്ലേലൂയ. നാം ഒരുമിച്ച് ആ കരമൊന്ന് തട്ടി ഒന്ന് ആരാധിച്ച് ദൈവശക്തിക്ക് വേണ്ടി ഇന്ന് രാത്രി all authority has been given to Jesus and Jesus commands you, go baptize, make disciples. Amen. ഇന്ന് രാത്രിയിൽ അതിൻ്റെ ശക്തിക്ക് വേണ്ടി ഒരുങ്ങാം. God bless.